സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം, തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിൽ സഭ ചേരുമ്പോൾ നിലവിലുള്ള മന്ത്രിമാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരും. ചിലതുള്ളതാകാം, ചിലതില്ലാത്തതാകാം, എല്ലാം ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ആരോപണങ്ങൾ കടുത്തതായിട്ട് വരും. ഈ കഴിഞ്ഞ സഭയിൽ ഏതെങ്കിലും ഒരു ആരോപണം ഉയർന്നോ? അല്ല, ഒരു ഘട്ടത്തിനും ഉയർന്നില്ല, അത് വേറൊരു കാര്യം. എന്നാലും സഭാ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷം എഴുതി കൊടുത്ത് മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ തയ്യാറാണ്. ഒരാരോപണം ഉന്നയിച്ചില്ല. അതും യഥാർത്ഥത്തിൽ സൗമനസ്യമല്ല. LDF സർക്കാർ അത്രമാത്രം ക്ലീനായാണ് പ്രവർത്തിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിക്കെതിരെയും ആക്ഷേപമോ ആരോപണമോ ഉന്നയിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ പോലും പ്രതിപക്ഷത്തിനായില്ല. ഇവിടെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സമ്മേളനം ചേരുമ്പോൾ ഭരണപക്ഷത്തെ വല്ലാതെ പ്രയാസത്തിലാക്കാൻ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. അവിശ്വാസ പ്രമേയം അവിശ്വാസം പാസ്സാകുമെന്നുള്ള ധാരണയിലല്ല, ഗവൺമെന്റിനെതിരെ പറയാനുള്ള ഒരു അവസരം നല്ലതുപോലെ കിട്ടും. അതിനുവേണ്ടിയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയുള്ള അവസരം തന്നെ ഉപയോഗിക്കാത്തവർക്ക് സ്പെഷ്യൽ അവസരം ആവശ്യമില്ലാതെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനൊന്നും ആ ബുദ്ധിമുട്ടിലൊന്നും അവർ പോയില്ല. കേൾക്കുന്നത് ചിലർ അവരോട് ചോദിച്ചു പോലും ഇങ്ങനെ ചെയ്യണ്ടേ, അപ്പോൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പിന്നെ അതിൻ്റെ മറുപടി മുഴുവൻ നമ്മൾ കേട്ടിരിക്കണ്ടേ എന്നാണ് പോലും പറഞ്ഞ മറുപടി. ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷം. അങ്ങനെ നിസ്സഹായാവസ്ഥയിലാകുന്ന പ്രതിപക്ഷമായി മാറിയത് എന്തുകൊണ്ടാണ്? ഇവിടെ LDF സർക്കാർ എല്ലാം സുതാര്യമായാണ് നിർവഹിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയത്. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയതിൽ വല്ലാതെ അഭിമാനിക്കുന്നവരല്ല നമ്മൾ. കാരണം നമുക്ക് വേണ്ടത് അഴിമതി തീരെയില്ലാത്ത സംസ്ഥാനം എന്ന പദവിയാണ്.